ആദ്യം ശ്രീ എസ് ഡിന്നി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ നിന്നുള്ള പ്രമേയമാണ്. ഇന്ത്യ വെള്ളം തടയുന്നത് യുദ്ധമാണെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. നയതന്ത്ര നീക്കം ഇന്ത്യയുടേത് വിജയം കാണുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്? തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ, അതിനകത്ത് സംശയമൊന്നുമില്ല. നോക്കൂ, ഇത് എപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് അവരെ സംബന്ധിച്ചോളം വെള്ളം അവർക്ക് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻഡസ് ഈ നദികളിൽ നിന്നാണ് 80% അവരുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ വരും. അത് അവർക്ക് അറിയാൻ നന്നായിട്ട്. ആദ്യം അവർ പറഞ്ഞത് നമ്മൾ വെള്ളം തടയാൻ സാധിക്കത്തില്ല എന്നൊക്കെയാണ്. പക്ഷെ ഇന്നിപ്പം നമ്മളത് പല ഡാമുകളിലായിട്ട് അതിനൊരു ഒരു കുറച്ചൊരു ഒരു തടയൽ നടത്തിയപ്പോൾ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നത് അത് പാകിസ്ഥാൻ അസംബ്ലിയിൽ വന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് വേറെ തീരുമാനങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ 6 ഹൈഡ്രോ പ്രോജക്ട്സിനെ പുതിയതായിട്ട് നിർമ്മിക്കാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് എഞ്ചിനീയേഴ്സ് ഒക്കെ കശ്മീരിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുപോലെ തന്നെ ഈ 0.2% വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് 2% കൂട്ടാനുള്ള ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആക്കി മാറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നു, അതിനെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി ഈ സിന്ധു നദി കരാറിന്റെ എല്ലാ രീതിയിലുള്ള ഒരു ചർച്ച വീണ്ടും വേണമെന്ന് പല 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 നാളുകളായിട്ട് നമ്മൾ പറയണം, വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ അതൊന്നും പാകിസ്ഥാൻ കേൾക്കാതെ വന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു പഹൽഗാമിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് എല്ലാം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതിപ്പം പഹൽഗാമിന്റെ ഒരു വിഷയത്തിലാണ് അവർ കൂടുതൽ നമ്മുടെ അടുത്ത് നമ്മളെ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഈ 10-12 ദിവസമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പഹൽഗാം ഉണ്ടായില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു നടപടി നമുക്ക് ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര പ്രഷറും മറ്റു കാര്യങ്ങളൊക്കെ വന്നാണ്. ഇപ്പം ഒരാൾ പോലും ഒന്നും പറയുന്നില്ല. വേൾഡ് ബാങ്ക് ആയാലും ശരി, മറ്റേ ഏജൻസീസ് ഒന്നും ഒരു വേർഡ് പോലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ചെയ്ത അത്രമാത്രം ഹീനമായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു ക്രൈസിസിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയാണ് നമ്മൾ മുന്നോട്ട് എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സിന്ധു നദി കരാറിന്റെ അതിന്റെ ഭവിഷ്യത്വം ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അത് നീങ്ങും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഈ ഒരു മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഓട്ടവും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രത്യേക സമ്മേളനം വേണമെന്ന് പറയുന്നതും അവരുടെ അസംബ്ലിയിൽ ഇങ്ങനെ ഒരു യുദ്ധ പ്രഖ്യാപനം പോലെ നടത്തുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ഭയമാണ്. അവർക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഒരു മുൻകൂട്ടിയായിട്ടുള്ള ഒരു ജാമ്യം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കാണുന്നത്. ശരി ശ്രീ